ഓക്കെ, നമുക്കിന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്നൊരു കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ആയിരുന്നെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജീസ് പ്രകാരമുള്ള റേഞ്ചുകൾ ഇന്നും ഫോം ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളുക. നമ്മളുടെ ഇൻഡെക്സുകൾ ഇങ്ങനെയാണല്ലേ റിയാക്ട് ചെയ്തേക്കുന്നത്. ഇൻഡെക്സുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി നാലാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിഫ്റ്റി നാലാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളുടെ ഫിനിഫ്റ്റിയുടെ ഇൻഡെക്സ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദെൻ നാലാമത്തെ ക്യാൻഡിൽ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. എല്ലാവരും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു നാലാമത്തെ ക്യാൻഡിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഒറ്റ ക്യാൻഡിൽ നല്ലൊരു സി പൊസിഷൻ വന്നതിന് ശേഷം ഇവിടെയൊക്കെ ബോൾ ലൈൻ മുകളിൽ പോയി ടച്ച് ചെയ്യുന്നപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതിന് ശേഷമാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ നിഫ്റ്റിയുടെ ഇൻഡെക്സും ക്രോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് ക്രോസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അതേ സമയത്ത് നമ്മളുടെ നിഫ്റ്റിയെ നോക്കൂ. നിഫ്റ്റി അതേ സമയം താഴത്തെ ബോർഡ് ലൈനിലാണ്. താഴത്തെ ബോർഡ് ലൈനിൽ നിന്ന് നിഫ്റ്റി മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ നിഫ്റ്റിയുടെ ഇൻഡെക്സും ഒക്കെ ബോർഡ് ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയിൽ അങ്ങനെ പോയിട്ടുമുണ്ട്. അതിനുശേഷം നിഫ്റ്റി അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന 13-14 ക്യാൻഡിലാണിത്. ഇത്രയും ക്യാൻഡിൽസ് ആയപ്പോഴത്തേക്ക് നിഫ്റ്റി ബോൾ ലൈൻ ടച്ച് ചെയ്ത് താഴത്തേക്ക് റിജക്റ്റ് ചെയ്ത് നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. ഒരു പി പൊസിഷൻ വരുന്നുണ്ട്. നമ്മളുടെ ഫ്യൂച്ചറും അതുപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോള്, ഈ ഒരു പി പൊസിഷൻ നമുക്ക് ഇന്ന് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിരുന്നു. എങ്ങനെയാണ് നോക്കാം. നമ്മൾ ആ പി പൊസിഷനിലേക്ക് 14ാമത്തെ ക്യാൻഡിൽ ഒരു പി പൊസിഷൻ ഉണ്ടാകുന്നു. ആ സമയത്ത് നമുക്ക് പിയുടെ സ്ട്രൈക്ക് നോക്കാം. അതെ, നിഫ്റ്റിയിൽ അതേസമയം പിയുടെ ഗ്രാഫുകൾ മുകളിലായിരുന്നു സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പി ഗ്രാഫ് ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്ത ഒരു പോയിൻ്റാണത്. ഓക്കെ, അപ്പോൾ പി ഇനി എന്ത് ചെയ്യും? മുകളിൽ താഴേക്ക് ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതേസമയം നമ്മളുടെ മന്ത്ലി പി എന്ന് പറയുന്നത് ഇതുപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. സോ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. അതുപോലെ തന്നെ നാലാമത്തെ ക്യാൻഡിലൊക്കെ നോക്കിയാൽ നാലാമത്തെ ക്യാൻഡിൽ പി പൊസിഷൻ മാക്സിമം ആയി. ഇനി പി മുകളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഇല്ല. അതായത് ഇനി സി എ സംഭവിച്ചാൽ ഇനി സി എ സംഭവിക്കുള്ളൂ. പിനെ ആക്റ്റീവ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം മന്ത്ലി പി ഏറ്റവും മുകളിലത്തെ ലൈനിൽ നിൽക്കുകയാണ്. വീക്ക്ലി പി ആണെങ്കിൽ കുഴപ്പമില്ല, അത് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മന്ത്ലി സ്ട്രൈക്ക് ലെവൽസ് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യും. സോ ഇത് മന്ത്ലി പി തന്നെ അതിൻ്റെ ബോൾ ലൈൻ ഏറ്റവും അപ്പർ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാലാമത്തെ ക്യാൻഡിൽ സി മസ്റ്റായിട്ട് ഒറ്റ ക്യാൻഡിൽ തന്നെ നല്ലൊരു സി സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് വീക്കെൻഡ് പിയും മന്തിൻ്റെ പിയും അതുപോലെ തന്നെ അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സി പൊസിഷൻസ് നോക്കിയാൽ അതേസമയം വീക്കെൻഡ് സിയുടെ ഗ്രാഫ് നോക്കിയേ. വീക്കെൻഡ് സി ഇവിടുന്ന് കയറി ഏറ്റവും മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ പി അതിൻ്റെ താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത സമയത്ത്, അതായത് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത കാണിക്കുമ്പോൾ സി അതിൻ്റെ കയറി മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്തു, അതായത് താഴേക്ക് ഇടിയാനുള്ള സാധ്യതകളും കാണിച്ചു. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ ആണിതെന്ന് പറയുന്നത്. കണ്ടോ, ആ സമയത്ത് മന്ത്ലി സി എന്ന് പറയുന്നത് ഇതുപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ പി പൊസിഷൻ കാണിച്ച അതേപോലെ തന്നെ ടച്ച് ചെയ്തില്ല എന്നുള്ള തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് റിജക്റ്റ് ചെയ്യാനായിട്ട്. അത് തന്നെയാണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയും കാണിച്ച സി പൊസിഷൻ ഏറ്റവും മുകളിൽ പോയി നിൽക്കുന്നുണ്ട്. മന്ത്ലി സി ഏറ്റവും മുകളിലത്തെ ബോൾ ലൈനിൽ നിൽപ്പുണ്ട് റിജക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതേ പൊസിഷനിൽ തന്നെയാണ് വീക്ക്ലി സി പൊസിഷനും ഇതുപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ പി പൊസിഷൻ അത്രയും ആക്റ്റീവ് ആയിരുന്നില്ല നമ്മളുടെ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ 2 പിയും, അതായത് വീക്കെൻഡ് പിയും മന്തിൻ്റെ പിയും നമ്മളുടെ ആക്റ്റീവ് പോയിന്റ് ലെവൽസിലല്ല. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നിഫ്റ്റിയുടെ 4 ഗ്രാഫുകളും അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ 2 ഗ്രാഫുകളും സിയുടെ ഗ്രാഫുകൾ രണ്ടും നമുക്കിവിടെ ആക്റ്റീവ് പോയിന്റ്സിലായിരുന്നു. 2 ഗ്രാഫുകളായ ബാങ്ക് നിഫ്റ്റിയുടെ പി ഗ്രാഫുകളായ വീക്കെൻഡ് പിയും മന്തിൻ്റെ പിയുമാണ് നമുക്ക് ഒരു ആക്റ്റീവ് പോയിന്റ് തരാത്തത്. ബാക്കിയുള്ള 6 ഗ്രാഫുകൾ നമുക്ക് കറക്റ്റ് പോയിന്റ്, ബോൾ ലൈൻ ടച്ച് ചെയ്ത കറക്റ്റ് പോയിന്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പി അവിടെ ആക്റ്റീവായത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, കണ്ടോ, നമുക്കറിയാം വീക്ക്ലി ഗ്രാഫ് നോക്കി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആക്റ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കുക. വീക്ക്ലി ഗ്രാഫിൽ നമ്മളൊരു സ്ട്രൈക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, അതായത് പി പൊസിഷൻ എടുക്കാൻ പോകുന്നെങ്കിൽ പിയുടെ ഗ്രാഫ് നോക്കണം. പിയുടെ ഗ്രാഫ് നോക്കുമ്പോൾ വീക്കെൻഡ് പി ആണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കണം, ആ ക്യാൻഡിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം എവിടെയാണ് ഇന്ന്
14ാമത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ അതിവിടെയാണ് നിന്നത്. സോ ആക്റ്റീവാണ്. അപ്പോൾ മന്തിൻ്റെ പി ഗ്രാഫ് നോക്കണം. മന്തിൻ്റെ പി ഒന്നെങ്കിൽ എവിടെയായിരിക്കണം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ ലെവൽസിലാവാം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ആ പി പൊസിഷനിലേക്ക് കയറാം. പി ആണെങ്കിൽ സി ആണെങ്കിലൊക്കെ അതിലേക്ക് എൻ്റർ ചെയ്യാം. കണ്ടോ, നമ്മളുടെ തരുന്ന ആ ഗ്രാഫ് വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഏറ്റവും മുകളിലത്തെ ഈ ലെവലിൽ നിൽക്കുമ്പോൾ പിന്നീട് പി ഇല്ല. പി അവിടെ നിന്ന് ഒന്നെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോരും. ആ പറഞ്ഞിരിക്കുന്ന ആ ലെവൽസിൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കണ്ടോ, പി പൊസിഷനും മാക്സിമം എത്തി വർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു മാക്സിമം ലെവലിൽ അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ് ആ ഒരു പി പൊസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൻസെക്സും ഒക്കെ താഴത്തെ 4ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് തന്ന ലെവലിൽ നിൽക്കുകയാണ്, റിജക്ഷൻ പോയിന്റിൽ നിൽക്കുകയാണ്. അവിടുന്ന് അത് കയറി എവിടെ വന്നിട്ടുണ്ട്, മറ്റേ നിഫ്റ്റിയൊക്കെ ബോൾ ലൈൻ ടച്ച് ചെയ്തപ്പോഴത്തേക്കും സെൻസെക്സ് അതിൻ്റെ ഡോട്ടർ ലൈൻസിലാണ് നിൽക്കുന്നത്. ഡോട്ടർ ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈൻസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ അത് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ദെൻ നോക്കിയാൽ ആ പി പൊസിഷൻ പോയി നോക്കിയാൽ നമ്മളുടെ എക്സ്പയറിയിലുള്ള സ്ട്രൈക്കാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റി ആയിരുന്നു ഇന്ന് എക്സ്പയറി നോക്കിയാൽ ആ ഒരു പി പൊസിഷൻ്റെ 10 രൂപയുടെ ലെവലിലേക്ക് കിടന്നിരുന്ന ആ ഒരു പൊസിഷൻ 80 രൂപയൊക്കെ വരെ പോയിട്ടുണ്ട്. അതായത് 800% റിട്ടേൺ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡേ ആണത്. നല്ല രീതിയിലുള്ള റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആക്റ്റീവ് പോയിന്റ് നമുക്ക് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, പിന്നീട് ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, സെൻസെക്സ് ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്യാണ്. പിന്നെ ഈ ഒരു 2:45 ടൈമിനുള്ള ഈ ഒരു മൊമെൻറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നോക്കിക്കേ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സി ആണോ പി ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ആ ലാസ്റ്റിൽ നിന്ന് 3ാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. താഴത്തുനിന്ന് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ. എവിടെ നിന്നാണോ വന്നാൽ അങ്ങോട്ടേക്ക് തന്നെ റിജക്ഷൻ സംഭവിക്കുക. അതായത് താഴത്തുനിന്ന് കയറി മുകളിലേക്ക് വരികയാണ്, വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ റിജക്ഷൻ, അതായത് സെൻസസ് ഇടിയൊന്ന് കാണിക്കുന്നു അല്ലേ. മറ്റ് ഗ്രാഫുകളും ഒക്കെ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഗ്രാഫുകളും ഒക്കെ നോക്കി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് പി പൊസിഷൻ ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പി എടുത്തിരുന്നുവെങ്കിൽ, അതായത് ആ ഒരു 2:45 ടൈമിനൊക്കെ പി എടുത്തിരുന്നെങ്കിൽ കണ്ടോ, 5 രൂപയുടെ പി ഒക്കെ 20 രൂപയ്ക്ക് വരെ പോയിട്ടുണ്ട്. അതായത് 400% റിട്ടേൺ അവിടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ആ ഒറ്റ ക്യാൻഡലിൽ 2:45 ടൈമിന് 3 മണിക്കുള്ളിൽ ആ ഒരു നല്ല ആക്റ്റീവ് മൊമെൻറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കി നമുക്ക് ആ 2:45 ട്രേഡൊക്കെ എടുക്കാം. ഈ ഒരു സമയത്തുള്ള ട്രേഡുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും എമൗണ്ട് കുറച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ടൈമാണ് 2:45 ടൈം കേട്ടോ. ഒരിക്കലും ഒരു 1000 രൂപീസിനപ്പുറത്തേക്ക് നിങ്ങൾ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. 2:45 ടൈമിൽ നമ്മൾ 1000 രൂപീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3000 രൂപീസ് തന്നെ പ്രോഫിറ്റ് കിട്ടാനുള്ള റേഞ്ച് വളരെയധികം ഉണ്ട്. നിങ്ങൾക്കൊരു 100% റിട്ടേൺ മിനിമം എടുത്തിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ 50% റിട്ടേൺ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു 2:45 ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഗ്രാഫുകളെയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം അതായത് നിങ്ങളൊരു മന്ത് അല്ലെങ്കിൽ ഒരു 3 വീക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം, എഴുതി വെച്ച് ട്രേഡ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് മാർക്കറ്റ് ടൈമിന് തന്നെ നിങ്ങൾ ആ ട്രേഡ് എടുക്കണം. അതായത് ഈ ഒരു മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും, ആക്റ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല. നമ്മുടെ സൈക്കോളജി വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു പേപ്പർ ട്രേഡ് നമ്മൾ ആ ട്രേഡിങ് ടൈമിന് തന്നെ ചെയ്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആകുന്നു എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മൾ ഒറിജിനൽ മണി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ ഒരു ഇൻഡെക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഈ സ്ട്രൈക്കുകളുടെ ഗ്രാഫ് പെയ്ഡ് ഗ്രൂപ്പായിരിക്കും. അത് പേയ്മെൻറ്റ് അടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സ്ട്രൈക്ക് പ്രൈസിൻ്റെ ലൈൻസ് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാം. ഓക്കെ.